ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ എന്താ വരയ്ക്കാൻ പോകുന്നതെന്ന് അറിയാമോ? അവർ സൂപ്പർ ഹീറോ സ്പൈഡർമാൻ. അപ്പോൾ നമ്മളിങ്ങനെ വെബിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരയ്ക്കുന്ന ഒരു സ്പൈഡർമാനെ വരയ്ക്കാൻ പോകുന്നത്. ഇതിന് നിങ്ങൾക്ക് എന്തൊക്കെ വേണം? ഒരു പെൻസിൽ ഓർ പെൻ, ഒരു പേപ്പർ ആൻഡ് കളേഴ്സ് ആയിട്ട് റെഡ്, ബ്ലൂ ആൻഡ് ബ്ലാക്ക്. വേറെ ഒരു കളറും വേണ്ട. ആർ യു റെഡി? ലെറ്റ്സ് സ്റ്റാർട്ട്. ഇതേപോലത്തെ ഒരു സ്പൈഡർമാനെ വരച്ചാലോ? അപ്പോൾ ആദ്യം നമുക്ക് ഈ ഫേസ് വരയ്ക്കണം, സ്പൈഡർമാൻ്റെ ഹെഡ്. അതിനു വേണ്ടി ഒരു മുട്ട തിരിച്ച് വെച്ച പോലെ വരയ്ക്കണം, ഓവൽ ഷേപ്പ്. ഓക്കെ, അപ്പം ഇങ്ങനെ വരച്ച് ഇങ്ങനെ ഒരു മുട്ട തിരിച്ച് വെച്ച ഷേപ്പാണ് സ്പൈഡർമാൻ്റെ തല. ഇനി സ്പൈഡർമാൻ്റെ ഐസ്, അത് കണ്ടോ, ഇങ്ങനെ ലീഫിൻ്റെ പോലത്തെ ഷേപ്പാണ്. അപ്പം ഞാനിവിടെ ഇങ്ങനെ ഒരു ഈ നടുക്ക്, ഫേസിൻ്റെ നടുക്ക് ഇങ്ങനെ ലീഫ് പോലെ വരയ്ക്കണം, മുകളിലോട്ട് രണ്ട് സൈഡിലോട്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാം? നെക്ക് 2 ലൈൻസ് ഇങ്ങോട്ട് വരയ്ക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ. ഇനി എന്ത് വേണം? സ്പൈഡർമാൻ്റെ ബോഡി. അതിനു വേണ്ടി നമ്മൾ നെക്കിൻ്റെ ഇവിടെ ഇങ്ങനൊരു കേവ് കൊടുക്കാം. നിങ്ങൾ എൻ്റെ കൂടെ വരയ്ക്കുന്നുണ്ടോ? ഗ്രേറ്റ്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? ഇവിടെ ഒരു വി പോലത്തെ ഒരു ഷേപ്പ് വരയ്ക്കാം. അത് സ്പൈഡർമാൻ്റെ പാൻറ് തുടങ്ങുന്ന സ്ഥലമാണ്. ഇവിടെ വി വരച്ചില്ലേ, എന്നിട്ട് ഇതിങ്ങോട്ട് കണക്ട് ചെയ്യുക, ഇതും ഇങ്ങോട്ട് കണക്ട് ചെയ്യാം. ഇനി ഈ സ്പൈഡർമാനെ പോലെ തന്നെ റോപ്പ് പിടിക്കണം. അപ്പോൾ നമുക്ക് 2 കൈ വരയ്ക്കാം. ഈ കൈ ചുമ്മാ ഇങ്ങനെ ഇരിക്കും, ഈ കൈ ഇങ്ങനെ പോയിട്ട് റോപ്പിനെ ഇങ്ങനെ പിടിക്കണം. അപ്പം നമ്മൾ ഈ കൈന് വേണ്ടി ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഇവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് കൈയിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു റൗണ്ട് കൊടുത്തിട്ട് 4 ഫിംഗേഴ്സ് വരയ്ക്കണം. 1 2 3 4. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു തമ്പ് പോലെ വരയ്ക്കാം. ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, ഇങ്ങനെ. എന്നിട്ട് ഇതുവഴി ഒരു റോപ്പ് വരയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ റോപ്പ് വരയ്ക്കാം. ഞാൻ ഇങ്ങനെ ഷേപ്പ്, ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് റോപ്പ് പോലെ വരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഈ കൈ ഇങ്ങനെ നിർത്തണ്ടേ, അതിനു വേണ്ടി ഒരു കേവ് വരച്ചിട്ട് ഇവിടെ നിന്ന് ഒരു കേവ് വരച്ചിട്ട് ഇങ്ങനെ എൻഡ് ചെയ്യണം. ഓക്കെ, ഇനി കാല് വരയ്ക്കാം. സോ ഈ ഡോട്ടിൽ നിന്നും സ്ട്രെയിറ്റ് ലൈൻ താഴോട്ട് വരയ്ക്കുക. ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ താഴോട്ട് വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കുറച്ച് താഴെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വി പോലെ. ഓക്കെ, ഇങ്ങനെ വരയ്ക്കണം. അപ്പോൾ നോക്കിയാൽ ഒരു വി പോലെ ഇല്ലേ, തിരിഞ്ഞൊരു വി. അപ്പം നിങ്ങളിങ്ങനെ തിരിച്ച് നോക്കിയാൽ ഒരു വി പോലെ ഉണ്ടായിരിക്കും. അതേപോലെ ഇവിടെ വരയ്ക്കണം. എന്നിട്ട് വി വരച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കാല് പോലെ കണക്ട് ചെയ്യാം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ. ഓക്കെ, ഇനി സ്പൈഡർമാൻ്റെ സൂട്ടിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പോൾ ഇവിടെ നിന്നൊരു ലൈൻ, ഇവിടെ നിന്നൊരു ലൈൻ, ഇവിടെ നിന്നൊരു ലൈൻ, ഇവിടെ നിന്നൊരു ലൈൻ. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ഇവിടേക്ക് ഇവിടുന്ന് ഒരു ലൈൻ വരയ്ക്കുക, ഇങ്ങനെ. ഇവിടെ നിന്നൊരു ലൈൻ വരയ്ക്കുക. ഇവിടെ കുറച്ച് ബ്ലൂ ഉണ്ടല്ലോ, അതിൻ്റെ ലൈനാണ് ഇത്. ഇനി സ്പൈഡർമാൻ്റെ നടുക്ക്, ഷർട്ടിൻ്റെ നടുക്ക് ഒരു സ്പൈഡറുണ്ട്. അത് വരയ്ക്കാൻ ഒരു ഈസി കാര്യം പറഞ്ഞുതരാം. ഒരു 8 വരച്ചാൽ മതി. അത് കഴിഞ്ഞ് 1 2 3 4 5 6 7 8 കാലുള്ള സ്പൈഡർ. എന്നിട്ട് ഇത് ബ്ലാക്ക് ആക്കണം. ഡൺ. നൗ വി ഹാവ് ടു ഡ്രോ ദിസ് സ്പൈഡർമാൻ സൂട്ടിൻ്റെ ലൈൻസ്. അപ്പോൾ അതിനു വേണ്ടി ഫേസിൻ്റെ ഈ കണ്ണിൻ്റെ നടുക്കിൽ ഒരു ഡോട്ട് ഇടും. ഓക്കെ, എന്നിട്ട് സണ്ണിൻ്റെ റേസ് പോലെ അണ്ടിച്ചാൽ മതി. സണ്ണിൻ്റെ റേസ് പോലെ എങ്ങനെ പോകുന്നത്, ഇങ്ങനെ 1 2 3 ഇങ്ങനെയല്ലേ. ഈ കണ്ണിൻ്റെ അകത്ത് വരയ്ക്കാതെ ബാക്കി എല്ലായിടത്തും അങ്ങോട്ട് വെളിയിലോട്ട് ലൈൻ വരയ്ക്കാം. അത് കഴിഞ്ഞ് ഈ കണക്റ്റ് ആവുന്നത് ഇങ്ങനെ കേവ് പോലെയാണ് സ്പൈഡർ വെബ്. കേവ് അങ്ങനെ കേവ് ചെയ്താൽ മതി. അതേപോലെ ഇവിടെയും അങ്ങനെ ചെയ്യണേ. ഒരു ഡോട്ട് പോലെ ആലോചിച്ചാൽ മതി. എന്നിട്ട്
curve, 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 curve. ഇങ്ങനെ അല്ലാതെയും വരയ്ക്കാം. എന്താ ഇതിൽ വരച്ച പോലെ സ്ട്രെയിറ്റ് ആയിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് curve, 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 curve. കയ്യിലുണ്ട് സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ് curve, 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 straight curve, 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 curve. സ്ട്രെയിറ്റ് ലൈൻ ആയില്ലെങ്കിലും കുഴപ്പമില്ല. സ്പൈഡറിൻ്റെ വെബ് എപ്പോഴും സ്ട്രെയിറ്റ് ഒന്നുമല്ല, സ്പൈഡർ ഉണ്ടാക്കുന്ന പോലെയാണ്. നെക്കിലും വരയ്ക്കണം, എന്നിട്ട് ബോഡിയിലോട്ടും വരയ്ക്കണേ. പക്ഷേ ഈ ബ്ലൂ ഭാഗത്ത് നിങ്ങൾ വരയ്ക്കാൻ പാടില്ല. അപ്പോൾ ബാക്കി എല്ലായിടത്തും ഇങ്ങനെ ആ ലൈൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് റേസ് പോലെ വരച്ചിട്ട് പിന്നെ വെബിങ്ങനെ വരയ്ക്കണം. വെബ് പോലെ ഇങ്ങനെ curve, 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 curve. Now our Spider-Man is ready. Now for the colors. So as you can see, ഇവിടെ മാത്രം റെഡ് ആൻഡ് ബാക്കി എല്ലായിടത്തും ബ്ലൂ. ഓക്കെ, സോ ലെറ്റ്സ് കളർ. ഈ സ്പൈഡർമാൻ്റെ സ്പൈഡർ ഓൾറെഡി ഞാൻ ബ്ലാക്ക് ചെയ്തുകൊണ്ട് ഇനി കുഴപ്പമില്ല. ബാക്കി എല്ലായിടത്തും റെഡ് കളർ കൊടുത്താൽ മതി. റെഡ് റെഡ് റെഡ്. ഈ ഭാഗത്ത് കൊടുക്കല്ലേ, അവിടെ നമ്മൾ ബ്ലൂ കളർ അടിക്കാൻ പോകുന്നത്. സോ അവിടെ മാത്രം ഒന്നും ചെയ്യാൻ പാടില്ല. ബാക്കി സ്ഥലത്ത് ഇതേപോലെ റെഡ് അടിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് പതുക്കെ കളർ അടിച്ചാൽ മതി, റെഡും ബ്ലൂവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ റെഡും ബ്ലൂവും കളർ അടിക്കാം. സ്പൈഡർമാൻ ഒത്തിരി സിമ്പിളാണ്. റെഡും ബ്ലൂവും ബ്ലാക്ക് കളറും മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഐസിൻ്റെ അകത്തോട്ട് പോവാതെ ശ്രദ്ധിക്കണേ. സ്പൈഡർമാൻ്റെ മാസ്കിൽ ഐസ് അല്ലേ, അതിൻ്റെ അകത്ത് വൈറ്റ് കളറാണ് ഉള്ളത്, അതിൻ്റെ അകത്ത് കളേഴ്സ് ഇല്ല. അതുകൊണ്ട് അതിന് കളർ അടിക്കാൻ പാടില്ല. ബാക്കി ഭാഗത്ത് റെഡും ബ്ലൂവും അടിക്കണം. അപ്പം ഞാനിവിടെ ഇപ്പം കൈ റെഡ് അടിച്ചു. ഇനി ഞാൻ കാല് റെഡ് അടിക്കാൻ പോവാം. ഇവിടെ കാല് റെഡ് അടിക്കുന്നു. സ്പൈഡർമാൻ്റെ ഷൂസിലോട്ട് റെഡ് കളർ അടിക്കാൻ പോവാം. ഇനി നെക്സ്റ്റ് ഞാൻ ബാക്കി സ്ഥലത്ത് ബ്ലൂ അടിക്കാൻ പോവാം. സോ ഞാൻ എൻ്റെ ബ്ലൂ കളർ എടുത്തു. ഏത് ബ്ലൂ എല്ലാം കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിൽ ഏത് ബ്ലൂ ഉണ്ട് ആ ബ്ലൂ വെച്ച് അടിക്കാം. ഞാൻ ഈ ബ്ലൂ വെച്ചിട്ട് അടിക്കുക. ഇങ്ങനെ ഈ പാൻറ്റിലൊക്കെ ബ്ലൂ കളർ അടിക്കണം. ഡാർക്ക് ബ്ലൂ ആണെങ്കിൽ ഡാർക്ക് ബ്ലൂ വെച്ചടിക്കാം. നിങ്ങളുടെ ലൈറ്റ് ബ്ലൂ മാത്രം ഉള്ളെങ്കിൽ അതും വെച്ചടിക്കാം, കുഴപ്പമില്ല. കുറച്ച് വെളിയിലാകാതെ നോക്കണം. എൻ്റെ കുറച്ച് വെളിയിലായി, പക്ഷേ അത് പ്രശ്നമില്ല. ഇടയ്ക്കിടയ്ക്ക് മിസ്റ്റേക്സ് ഉണ്ടാകും. ഇനി എനിക്ക് എത്ര വേണമെങ്കിൽ സ്പൈഡർമാൻ വരയ്ക്കാമല്ലോ. അപ്പം ഞാൻ വേണമെങ്കിൽ കറക്റ്റായിട്ട് വരയ്ക്കാം. സോ ഈ ബ്ലൂ വരച്ചു. ഇവിടെ സൈഡിലും ബ്ലൂ വരയ്ക്കണം, ഇവിടെ സൈഡിൽ ബ്ലൂ വരയ്ക്കണം. ഇനി കയ്യിലും ബ്ലൂ വരയ്ക്കണം. നമ്മളെ സ്പൈഡർമാൻ ഓൾമോസ്റ്റ് റെഡി ടു ജംപ്. നൗ സ്പൈഡർമാൻ്റെ ഐസ് ഇല്ലേ, വൈറ്റ് ആയിട്ട് വെച്ചില്ലേ, അതിൻ്റെ അറൗണ്ട് ബ്ലാക്ക് ഇങ്ങനെ ഡാർക്കായിട്ട് കൊടുക്കണേ. എന്നാലേ സ്പൈഡർമാൻ്റെ മാസ്കിൽ അങ്ങനെ ഡാർക്കായിട്ടാണ് ഐസ്. ഓക്കെ, ഇനി ഞാൻ ഫുൾ ഔട്ട്ലൈൻ സ്പൈഡർമാൻ്റെ ബ്ലാക്കായിട്ട് കൊടുക്കുക. ഈ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിങ്ങനെ വെറുതെ ഡാർക്കാക്കി സ്പൈഡർമാൻ്റെ ഫുൾ ഔട്ട്ലൈൻ കൊടുക്കുവാണ്. സോ നിങ്ങൾക്കിത് വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ സ്പൈഡർമാൻ ഓൾമോസ്റ്റ് റെഡിയാണ്. സോ ഹീസ് റെഡി ടു മേക്ക് സം സ്പൈഡർ വെബ്സ്, സേവ് ദ വേൾഡ് ആൻഡ് ജംപ്. കുറച്ച് താഴെ സൈഡിലോട്ട് പോയി, കുഴപ്പമില്ല, അത് പ്രശ്നമില്ല. നെക്സ്റ്റ് ടൈം ഞാനത് ശരിയാക്കിക്കോളാം. യെസ്. സോ ഹൗ ഈസ് മൈ സ്പൈഡർമാൻ? എനിക്കൊരു 2 സ്പൈഡർമാൻ ഉണ്ട്, ഡബിൾ സ്പൈഡർമാൻ. നിങ്ങളുടെ സ്പൈഡർമാൻ എങ്ങനെയുണ്ട്? കൊള്ളാമോ? അപ്പം എങ്ങനെയുണ്ട് നിങ്ങളുടെ സ്പൈഡർമാൻ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്പൈഡർമാൻ എൻ്റെ കൂടെ ഷെയർ ചെയ്യുക.
ഓക്കെ ബൈ, നെക്സ്റ്റ് ഡ്രോയിങ്ങിൽ കാണാം.